ക്രിക്കറ്റ് കോച്ച് മനുവിനെതിരായ പീഡന പരാതിയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നിലപാട് എന്താണ് എന്ന ചോദ്യം കഴിഞ്ഞ കുറേ ദിവസമായി സമൂഹമാകെ ചർച്ച ചെയ്യുകയാണ്. കൃത്യമായൊരു ഉത്തരം അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് KCA ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സത്യാവസ്ഥ എന്താണെന്നും നിങ്ങൾ പത്രമാധ്യമങ്ങളുടെ സംശയങ്ങളും എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നതിനുകൊണ്ടാണ് ഈ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ കാണുകയുണ്ടായി, കേരള ക്രിക്കറ്റ് കൗൺസിലെ പ്രസിഡന്റും സെക്രട്ടറി വിനോദും ഇതിൽ പ്രതികരിക്കുന്നില്ല, ഇതൊന്ന് ഒളിച്ചോടുകയാണ്, അങ്ങനെ പലതരം വാർത്തകൾ. അപ്പോൾ അതിന്റെ സത്യാവസ്ഥയും ചാനൽ ചർച്ചകളിൽ KCA ഒളിഞ്ഞുപോയില്ല. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ മുൻ സെക്രട്ടറിയും ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന കാലഘട്ടങ്ങളിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് ശ്രീജിത്ത് വി നായരാണ് KCA പ്രതിനിധീകരിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തത്. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, ചാനൽ ചർച്ചകളിൽ സമയപരിധി കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ KCAക്ക് പറയാനുള്ള മുഴുവൻ സത്യങ്ങളും ഒരു പക്ഷേ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാറില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് പറയാനുള്ളതും നിങ്ങളുടെ സംശയങ്ങളും. ഇതൊരു ജനങ്ങളറിയണം എന്താണ് നടന്നതെന്ന്. ഇവിടെ പലയിടത്തും പറയുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, അത് ഉന്നതരുടെ പേടികൊണ്ടാകാം, ഭയപ്പാടുകളുണ്ടാകാം, അങ്ങനെ പല പല ചർച്ചകൾ കാണുകയുണ്ടായി. ഇവിടെ എനിക്ക് തോന്നുന്നു ചാനൽ ചർച്ചകളൊക്കെ ഞങ്ങൾ കണ്ടപ്പോഴും ഒരു രക്ഷിതാവോ ഒരു പരാതിക്കാരിയോ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇവരെ ഇതിൽ നിന്ന് പിന്മാറണമെന്നോ അല്ലെങ്കിൽ ഇവരുടെ മനുവിനെ സംരക്ഷിക്കാൻ വേണ്ടി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ശ്രമിക്കുന്നതായിട്ടോ എവിടെയും പരാതി വന്നിട്ടില്ല. ഇവിടെ ആരാണ് ഈ പരാതി പറയുന്നത്? നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം, കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് പല സമയത്തും മാറ്റി നിർത്തപ്പെട്ടവരോ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടവരോ പല പല കാരണങ്ങൾക്കുണ്ട്. എന്താ കാരണങ്ങൾ ഞാൻ പറയുന്നില്ല. ചില അസൈൻമെന്റ് കിട്ടാത്ത മുൻ കോച്ചുകളുണ്ടാകാം, കോച്ചുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തമ്മിൽ സപ്പോർട്ട് വരാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ളവരാണ് ചാനലിൽ നിന്നിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. ഈ ഒരു പരാതി ആദ്യമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, ഞാൻ ഇപ്പോഴും പറയുന്നു, കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ അല്ലെങ്കിൽ നേരിട്ടോ ഏതെങ്കിലും രീതിയിലും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇങ്ങനെ ഒരു പരാതി ആദ്യം അറിയുന്നത് 2022 കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീജിത്ത് നായരുടെ മുമ്പിൽ അന്നത്തെ ഒരു പെൺകുട്ടി ഇവിടെ പോലീസ് ചൈൽഡ് വെൽഫെയറിൽ പരാതി കൊടുക്കുകയും അത് സംബന്ധിച്ച് 2 പോലീസ് ഉദ്യോഗസ്ഥർ സെക്രട്ടറിയുടെ മുമ്പാകെ വരുമ്പോഴാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആദ്യമായി ഇതറിയുന്നത്. അന്ന് വിനോദ് എസ് കുമാർ, അദ്ദേഹമായിരുന്നു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീജിത്ത് നായരായിരുന്നു. ഞാനന്ന് PCCയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ഒരു വൺ ഡേ മാച്ച് നടക്കുന്ന സമയത്താണ് ഇത് ഉണ്ടായിരുന്നതാണ് എന്റെ ഓർമ്മ. ആ പരാതിയോട് അന്വേഷണത്തോട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പൂർണ്ണമായും സഹകരിച്ചിരുന്നു. ഇവിടെ നമുക്കറിയാം, ഈ ഇദ്ദേഹം ഡിസ്ട്രിക്ട് കോച്ചാണെങ്കിൽ നമ്മുടെ നെറ്റ്സ് നിങ്ങൾക്കറിയാം, നേരെ കയറി വരുന്നതിന്റെ സൈഡിൽ ഇപ്പോൾ അത് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാനുള്ളത്, മനു ഒരു പെൺകുട്ടികളുടെ മാത്രം കോച്ചായിരുന്നില്ല. ഇവിടെ അണ്ടർ 14, അണ്ടർ 16 ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് ഇവിടെ കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിലുള്ള കോച്ചായിട്ട് ഇവിടെ നിയമിച്ച് അവർ രണ്ടുപേരെയും ആണ് കോച്ച് ചെയ്യുന്നത്. അന്ന് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ കൃത്യമായി ഒരു ഇൻസ്ട്രക്ഷൻ പേരൻസിന് കൊടുത്തിരുന്നു. ഇവിടെ ഒരു രക്ഷിതാവ് മാറി എപ്പോഴും ഉണ്ടാകണമെന്നുള്ളതും കൃത്യമായൊരു നിർദ്ദേശം കൊടുത്തിരുന്നു. ഇതൊക്കെ അന്നത്തെ ഈ ഒരു പരാതി വന്നതിന് ശേഷമല്ല, ആ സമയത്ത് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്തിരുന്നു. ഇവിടെ എപ്പോഴും ഒരു പേരന്റ് ഉണ്ടായിരുന്നു. കൂടാതെ ഞങ്ങളുടെ സെക്യൂരിറ്റി, നിങ്ങൾക്കറിയാം, കയറി വരുമ്പോൾ സെക്യൂരിറ്റി ഉണ്ട്, ഞങ്ങളുടെ ഡ്രൈവേഴ്സ് അവിടെ ഉണ്ട്, ക്യാമറകളുണ്ട്. അപ്പോൾ അന്നത്തെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ KCA പൂർണ്ണമായിട്ടും പോലീസിനോട് സഹകരിച്ചു. സ്റ്റേറ്റ്മെന്റ്സ് പോലീസ് കോൾ ഫോർ ചെയ്തു. അന്ന് ഞങ്ങളുടെ ഗെയിം ഡെവലപ്മെന്റ് ഓഫീസർ S രമേശ്, അദ്ദേഹം ഫോർമർ കേരള ക്യാപ്റ്റനാണ്,
അദ്ദേഹത്തിന്റെ മുറിയാണ് നിങ്ങൾ കയറുമ്പോൾ കാണുന്നത്. ഇവിടെ ഈ കുട്ടികളുടെ പേരൻസിന് ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രൊസീജിയറിൽ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഇവിടെ കോച്ചിങ് നടന്നിരുന്നത്. എന്തായാലും അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് ഉണ്ടായി അന്ന്. പക്ഷെ നമ്മൾ അറിയുന്നത് ഈ ഒരു പോലീസിന്റെ ഇവിടെ വന്നിട്ടുള്ള അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനോട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. ഈ ഒരു അന്വേഷണം നടക്കുന്നതിനിടയിൽ ഇവിടെ അന്നത്തെ ഇപ്പോൾ ഈ പരാതിക്കാരിയും അല്ലെങ്കിൽ ഈ കുട്ടികളും വേറെ കുറച്ച് കുട്ടികളും അവരുടെ പേരൻസും എല്ലാം വന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ നേരിട്ട് ഹാജരായി അന്നത്തെ ജില്ലാ സെക്രട്ടറിക്കും സ്റ്റേറ്റ് സെക്രട്ടറിക്കും പറയുകയുണ്ടായി, മനുവിനെ പറ്റി ഞങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായമില്ല, ഇതൊരു സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പെൺകുട്ടി പരാതി കൊടുത്തത് ഒരു സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ മനുവിനുള്ള ഒരു ജഡ്ജി തീർക്കാനാണ് ഞങ്ങൾക്ക് ഇവിടെ ഇത് പേരൻസ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പേരൻസ് ഇവിടെ ഉണ്ട്, അങ്ങനത്തെ ഒരു സംഭവമില്ല. ഞങ്ങളന്ന് ഈ ഒരു സംഭവം കഴിഞ്ഞ് ഞങ്ങൾ മനുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ മനു വളരെ നിരാശനായി അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്ന് പോയിസൺ കിട്ടി, ഞങ്ങൾ ചെന്നില്ലായിരിക്കും ഇന്ന് ആത്മഹത്യ ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. പക്ഷെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അബ്സ്കോണ്ടിങ് ആയിരുന്നു, അങ്ങനെ എന്തായിരുന്നു. എന്താണ് ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അറിവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കയറി വന്നപ്പോൾ നടന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. വേറെ പേരൻസ് അന്ന് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് വന്നത്. മനുവിന്റെ ഈ ഇവിടെ ട്രെയിനേഴ്സ് ആ കൂട്ടത്തിൽ ഈ കുട്ടി ഒഴിച്ച് ബാക്കി അന്നത്തെ പരാതിക്കാരെ വെച്ച് ബാക്കി എല്ലാവരും വന്ന് കേസ് എടുത്ത് അന്വേഷിച്ചു പറഞ്ഞിങ്ങനെയാണ്. ഇൻ ബിറ്റ്വീൻ അവിടെ നമ്മുടെ സെന്റർ ഇവിടെ നിന്നുപോയി, അവിടെ പ്രാക്ടീസ് ഒന്നും ഇല്ലാതായി. ഹൈക്കോടതി മനുവിന് ജാമ്യം അനുവദിച്ചു. അതിന്റെ ഒപ്പം തന്നെ ഈ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞപ്പോൾ ഈ പേരൻസും കുട്ടികളൊക്കെ കൂടി വന്നു, നമ്മൾ ഇത് രണ്ടാമത് ഇത് തുടങ്ങണം, ഇവിടെ ഞങ്ങളുടെ കുട്ടികളുടെ ട്രെയിനിങ് ഒക്കെ നിന്ന് പോകുന്നു, നിങ്ങളിത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതും ഇപ്പൊ ഈ പരാതി പറഞ്ഞ കുട്ടികളുടെ പേരൻസും കുട്ടികളും എല്ലാം കൂടി വന്നിട്ടാണ്. ഇവിടെ ഞങ്ങൾക്ക് ഒരു വീഴ്ച KCAക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇല്ല ഞങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളിത് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ മനുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ല, വീഴ്ച പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. അന്ന് ഞങ്ങൾക്ക് പറ്റിയ വീഴ്ച ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാകാതിരിക്കാം. ഇവരെല്ലാവരും വന്ന് ഞങ്ങളുടെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ ഇതൊരു എന്താ പറയുക കോച്ചിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സെലക്ഷന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടെന്ന് വന്ന് പറയുന്നു. എല്ലാവരും ഒരാൾ വരെ മനുവിനെ അഗൻസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാവരും മനുവിനെ സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതിലൊരു എന്താ പറയാ ഒരു മുൻവിധിയോടെയോ അല്ലെങ്കിൽ ആ ഒരു സംഭവം ആ കുട്ടികളെയും പേരൻസിനെയും വിശ്വസിച്ചു. കാര്യം 12, 11, 10, 13 വയസ്സുള്ള കുട്ടികളാണ് പറയുന്നത് തിരിച്ചു വരണം, തിരിച്ചെടുക്കണം, ഇത് കള്ളപരാതിയാണെന്നുള്ളത്. ഇത് ഞാൻ പറയുന്നത് വിത്ത് പ്രൂഫാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവര് പോലീസ് സ്റ്റേഷനിലും ഈ പറഞ്ഞ പേരൻസ് എല്ലാം പോയി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളത് കാണിച്ചു തരാം, ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ കുട്ടികളും ഈ മാതാപിതാക്കളും എല്ലാം പോയി പോലീസ് സ്റ്റേഷനിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. പോലീസ് അത് നമ്മുടെ മജിസ്ട്രേറ്റ് പോക്സോ കോടതിയിൽ ഹാജരാക്കി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ്. ഒടുവിൽ ഒരു പ്രതികരണം ഉണ്ടാവുകയാണ്. KCA മനുവിനെ സംരക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും മനുവിനെ സംരക്ഷിച്ചു വ്യക്തമാക്കുന്ന പ്രതികരണമാണ്. അതിൽ തെറ്റുപറ്റി പറഞ്ഞുകൊണ്ടാണ്. രണ്ടാമത് എന്തിനെടുത്തു എന്നുള്ള കാരണം ഇതാണ്. അവര് വന്ന് അവരുടെ ആവശ്യപ്രകാരമാണ് ഇത് തിരിച്ചെടുത്തത്. മനു കോച്ചിങ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. രണ്ടാമത് 2024 ഈ അടുത്ത്